വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയല്ലേ മാർക്കറ്റിൽ നമ്മൾ വണ്ടി നിർത്തുന്ന സ്ഥലത്ത് നിർത്തിയിരുന്നോ. ഈ ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങണം. രാവിലെ അങ്ങനെ റൂമിലിരുന്ന് വലിയ പരിപാടിയൊന്നുമില്ല. ഇനി ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പോകണില്ല. ഏതെങ്കിലും നമ്മളെ ഫായ്സിൻ്റെ വണ്ടിൻ്റെ ക്ലച്ചിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊറിയർ വന്നു, അത് വാങ്ങണം. അതേമാതിരി കുറച്ച് സാധനങ്ങൾ നാട്ടിൽ കൊറിയർ അയക്കാണ്ട് അങ്ങനെയുള്ള കുറച്ച് പ്ലാനിങ്ങിലാണ് അപ്പോൾ ഇതിൽ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ. അതിൽ ഈ കടക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ ഫായ്സ് ഇന്നാളെ വന്നാണ്ട് ഫുഡ് കഴിച്ചപ്പോൾ ഒരു റേറ്റ്, അത് കഴിഞ്ഞാണ് മാറൂഫ് ആ ഫുഡ് രസം പറഞ്ഞാണ്ട് ഇവിടെ നിന്ന് വെച്ചപ്പോൾ വേറെ റേറ്റ് 20 റുപ്യ കൂടി. ഇന്ന് വന്നപ്പോൾ പിന്നെയും പൈസ കൂടുതൽ. അപ്പോൾ വെറുതെ ഇഷ്ടം വന്ന് എത്തിച്ചാണ്ട് ഓരോ ഫോട്ടോഗ്രാഫ്സ് മൂന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാറുണ്ട്. നമ്മളതിലൂടെ ഇവിടെ നിന്ന് ഇറങ്ങണം, ഫിക്സഡ് റേറ്റ് ഇല്ല. അവരും വേറെ ഹോട്ടലിൽ പോയേക്കാം. നമുക്ക് പഞ്ചാബിൽ നിന്ന് ഒന്നും ഉണ്ട് കേട്ടോ. RX-100 ഒക്കെ കൊണ്ടുവന്നത് എന്താ വൃത്തി വണ്ടിയാണ്. ലൈറ്റൊക്കെ നോക്കി കയറിട്ട് എത്തിക്കാൻ കേട്ടോ. നല്ല വൃത്തിയുണ്ടല്ലേ. കുട്ടീനുണ്ടോ ഹെൽമെറ്റ് വയ്ക്കാം? കുട്ടി ഹെൽമെറ്റ് നൈസായിട്ടോ. ഓ ഫയർ എക്സിബിഷൻ ഇതൊക്കെ ഗാർഡൊക്കെ വെച്ച് സംഭവം നൈസായിക്കുന്നുണ്ട്. പൊലിവ് വണ്ടി ആയിക്കണേ. ഏതായാലും യമഹ RX-100 അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നിയൊരു ഫുഡാട്ടോ. ഇവിടേക്കുള്ള വയ്യ രസം. പുറത്തു കൂടെ ഒന്നും വയ്യില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഒരു ഗ്യാപ്പാണ്. അതിന് കോണിപ്പടി അതിലാ രസം കാണിച്ചു തരട്ടോ. എനിക്ക് ലേ മാർക്കറ്റ് ഉണർന്ന് കിടക്കട്ടോ. നല്ല പച്ചക്കറി സാധനങ്ങളൊക്കെ സൂര്യപോലെ വിട്ടമാതിരി അങ്ങനെ സൈഡിൽ ഇങ്ങനെ ബത്തക്ക കണ്ടെങ്കിൽ ചെറിയ ബത്തക്ക എല്ലാ സാധനങ്ങളും ഉണ്ട്, പച്ചക്കറി ഐറ്റംസ് ഒക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് ഇതാ ഹോട്ടലുകളുള്ള വഴിയാണ്. അതേമാതിരി ഇട വഴി കൂടെയാണ്. ഈ ഇട വഴി കൂടെ അങ്ങനെ പോയിട്ട് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. സ്റ്റെപ്പാണ് ഞങ്ങൾ സ്റ്റെപ്പ് അത്യാവശ്യം വലിയ സ്റ്റെപ്പാണ്. നമ്മൾ തട്ടി തടി ഇവിടെയൊക്കെ തട്ടി തടി അങ്ങനെ നല്ല വീതിയുള്ള സ്റ്റെപ്പൊക്കെ. ഡൽഹിയിൽ ഫേമസ് ആയ കരീംസ് റെസ്റ്റോറൻറ്റ് നടന്ന നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് മറ്റേ ഹോട്ടൽ നമ്മളെ പറ്റിച്ച് ഗൈസ്. അവർ നമ്മളിട്ട് വെറും ലാഗാക്കല് കുറേ സമയം ഇരുന്നാണ് ഫുഡ് റെഡി ആവണില്ല. പക്ഷേ ഞങ്ങൾ പോകാറുണ്ട്, ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോഴാണ് അവിടെ ഇരുന്നപ്പോഴാണ് സംഭവത്തിൽ കരീംസ് റെസ്റ്റോറൻറ്റ് കണ്ടത് കേട്ടോ. ഒരു ലാഗാക്കിയപ്പോൾ തന്നെ പിരാൻ തന്നെയാണ്. ഇവിടെ കയറിയിട്ട് നമുക്ക് വഴി എവിടെ ഓക്കെ കതിച്ച് 3ാമത്തെ ഫ്ലോറിലാണ് കരീംസ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ അങ്ങനെ 1/2 മണിക്കൂറിന് കാത്തിരിപ്പിന് ശേഷം ബിരിയാണി എത്തിരിക്കുകയാണ്. അതൊന്നുമില്ല, ഉള്ള വാണി തിന്ന് അത് ലാസ്റ്റ് കജ്ജാൻ മുന്നേ എത്തും. ഇത് വേണ്ടായിരുന്നു ഞങ്ങളോട്. കരീംഖാന് ബിരിയാണി പറ്റിത്താ പറയാളെ എത്ര പൈസ തരി? 600 എത്തോളൂ. തീരെ നാം കിട്ടും പരിപാടി പോയി. ഉയരം കൂടുന്നവരും ബിരിയാണിക്കും വില ഉണ്ട്, ചായക്ക് മാത്രല്ല എച്ചത് വില. ഇതൊക്കെ അടിച്ചു തീർത്ത് ഒരു സാധനത്തിന് വേണമെങ്കിലും 16,000 റുപ്യ 3,200 റുപ്യ ഒടുക്കത്തെ റേറ്റ് ആണ് ഇതൊക്കെ. 1,250 റുപ്യ അതല്ലേ. നമ്മൾ സാധനം കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു വന്നു. നിങ്ങളുടെ കൊറിയർ വരാണ് എടുക്കാൻ പോകും. സപ്പോസ് സാധനം ഇവിടെ എത്തിക്കണം, അൺലോഡ് ആക്കിയില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരം 8 മണിക്ക് വന്നാൽ കിട്ടുന്നത്. കേട്ടനെ പോലെ വണ്ടീനുള്ളിൽ ഉണ്ടാവും. ഇതിനുള്ളിൽ കഴിക്കാറ് സാധനം ഇതിനെ ഇറക്കിയിട്ട് വേണ്ടിയിരുന്ന് ലോഡാക്കാം. യൂട്യൂബേ പെട്ടടാ 8 മണിക്ക് ആവുള്ളൂ. സാധനം ഇവിടെ വന്നിന് വണ്ടിയിൽ നിന്ന് ഇറക്കിയില്ല, ലഗേജ് ലോഡാക്കിയില്ല. ഓമാർ തിങ്കളാഴ്ച വരാൻ. ഞങ്ങൾ തിങ്കളാഴ്ച വീട്ടിൽ വെച്ച് പോകണം പറഞ്ഞു. പറഞ്ഞാൽ രാത്രി വന്നു. രാത്രി 8 മണിക്ക് കുറച്ച് പാർസൽ ഇടണം. അപ്പോൾ ഇന്ത്യൻ പോസ്റ്റിൽ വന്ന് നോക്കി. ഇവിടെ 55 റുപ്യ കിലോന്. പക്ഷെ ഇന്ന് ക്ലോസ് ചെയ്തിന് 10 to 1 മണി വരെ ഉള്ളൂ. ഇനി തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ. നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. റൂമൊക്കെ വെബ്സൈറ്റിൽ നല്ല നാണിട്ട് ഇവിടെ മൊത്തം നനച്ച് വൃത്തിയാക്കുന്നു. അച്ചായ ഇതോ വണ്ടി കൂട്ടി നിന്ന് കഴിക്കാലോ. സെറ്റേക്കറ സ്നേഹബന്ധങ്ങൾക്ക് മറ്റ് വണ്ടിയൊക്കെ ഉള്ളിൽ കേൾക്കി തരും. വണ്ടിയൊക്കെ ഉള്ളു വാശി രണ്ട് വണ്ടി കേൾക്കിട്ടോ. ഇവര് പാവം ഇവരുടെ അടുത്ത് തന്നെ അതിൻ്റെ ഇതിൽ നമ്മൾ കയറുന്നത്. അപ്പോൾ പുക ചെയ്യുന്നതൊക്കെ അടുത്ത് സെറ്റപ്പൊക്കെ വണ്ടി ഒരു സേഫിക്കാൻ പോയി. സമയം 7 കേട്ടോ. ഞാൻ നേരെ പോയിക്കൊണ്ട് അവൻ്റെ പാർസൽ എടുത്തോണ്ടിരിക്കാം. അവർക്ക് ചെറിയ പണി എടുക്കും. ജാബേരി എന്ന് പറയുന്നത് സെറ്റാക്കണം. എന്നാൽ നമ്മൾ സെറ്റാക്കില്ല. ഇവർ സെറ്റാക്കുന്നു. ഞാൻ പോയിക്കൊണ്ട് ഡെലിവറി പാർസൽ കൊണ്ടുപോട്ടോ അവൻ്റെ സാധനം. ഡെലിവറിൻ്റെ ഓഫീസിൽ എത്തിയിട്ടോ. നമ്മൾ 8 മണി ആവാനായി. ഇവർ പുറത്തൊക്കെ ക്ലോസ് ചെയ്തതാണ്. പക്ഷേ ഉള്ളിൽ ആളുണ്ട്. നോക്കാം കിട്ടുമോ.
സംഭവത്തിൽ നമ്മളെ സാധനം ഉള്ളോളാക്കി പക്ഷെ ഇവിടെ സിസ്റ്റത്തിൽ കയറ്റിയിട്ടില്ല. മൂപ്പര് തപ്പി തരുന്നുണ്ട്. ഇതിന് കിട്ടിയാൽ കിട്ടും, ഇല്ലെങ്കിൽ പണി പാളും. തിങ്കളാഴ്ച കിട്ടുള്ളൂ. തന്നെ മൂപ്പര് നല്ല ഹെൽപ്പിംഗ് ആട്ടോ നമ്മളെ. കാരണം അവിടെ കടന്ന സാധനം പൊട്ടിച്ചിട്ടില്ല. പെട്ടെന്ന് പൊട്ടിക്കാൻ നമുക്ക് സാധനം എടുത്ത് തരാണ്. ഓരോരോ സാധനം സ്കാൻ ചെയ്ത് തരുന്നിട്ടേ. സാധനം ഇന്ന് കിട്ടിയില്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച കിട്ടുള്ളൂ. മൂപ്പരോട് നേരത്തെ ഒന്ന് ചോദിച്ചപ്പോൾ എത്ര മണിക്ക് വരണം പറഞ്ഞു. ഒരു പാവം അടച്ചാണ്. എന്നിട്ട് നമുക്ക് സാധനം എടുത്ത് തന്നത് കിട്ടലായി. കിട്ടി 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 ഡെലിവറി കിട്ടി. അവൻ്റെ ക്ലച്ച് ഡിസ്ക് വോയിസിൻ്റെ വണ്ടീനെ കേട്ടോ. ഇപ്പോൾ മാറ്റണ്ടല്ലോ. അവനവിടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇനി 2-3 സാധനം കൂടി വാങ്ങാണ്ട്. അവൻ്റെ ബ്രേക്ക് പോയിക്കണം. ഫ്രണ്ട് ബ്രേക്ക് കുറവുണ്ട്. അപ്പോൾ അതിമക്ക് കുറച്ച് സിറിഞ്ചും കാര്യങ്ങളും വാങ്ങണ്ടേ വണ്ടി കുത്തിയേക്കാൻ. ഏതായാലും നടന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സിറിഞ്ചും ട്യൂബും കിട്ടിട്ടോ. ഞാൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കണ്ടാവും. സിറിഞ്ചും ട്യൂബും കിട്ടി. ഇതാണ് അവൻ്റെ കൊറിയർ. ഇവിടെ നല്ല പണിയെടുന്നുണ്ട് കേട്ടോ. കാരിയറിൻ്റെ ഫിക്സിങ് വണ്ടി കഴിച്ചൊക്കെ നമ്മൾ ഫയറൊക്കെ ഇട്ടോ. പണിയുടെ ഇവിടെ ഫയറിട്ട് വണ്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മരക്കമ്പ കൊടുന്നുണ്ട് ഇതാക്കണേ. സിംഗിൾ അടുത്തതായിട്ട് കാശ് ഇവിടെ പെട്ടി ഇറക്കല്ലോ. പെട്ടി താഴ്ച ഇറക്കാണ് നമ്മൾ പരിപാടി. ഇതൊക്കെ ലഗേജ് ഒക്കെ കെട്ടി നമ്മൾ കൂട്ടി പോവാണ്. ആ വയസ്സ് ഇറക്കി കൊണ്ടുപോകാണ്.